വിസ്മയ നീക്കം തുടക്കത്തിലെ പാളി കോൺഗ്രസ്. LDF-ൽ നിന്ന് ഘടകകക്ഷികളും നേതാക്കളും UDF-ലേക്ക് ഒഴുകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. LDF-നൊപ്പം കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിയതോടെ ആദ്യ നീക്കം തന്നെ പിഴച്ചതിന്റെ ക്ഷീണത്തിലാണ് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDF-ന്റെ മക്കളേക്ക് കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDF-ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ LDF-ൽ നിന്നുള്ള ഘടകകക്ഷികളെയും നേതാക്കളെയും UDF-ലെത്തിക്കണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ലക്ഷ്യം. പ്രതിപക്ഷ നേതാവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ വിസ്മയം പക്ഷേ വീണുടയുന്നതാണ് തൊട്ടുപിന്നാലെ കണ്ടത്. കേരള കോൺഗ്രസ് 5 വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി 5 വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുക ചെയ്തത്. പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുത്തു. ആ നിലപാട് ഉറച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ കോൺഗ്രസ് ദുർബലമായതുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. എന്നാൽ ആ നീക്കം തുടക്കത്തിലെ തന്നെ പിഴയ്ക്കുന്നതാണ് കണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചു. UDF-ന്റെ തനതായി കരുത്തില്ല എന്നുള്ള ദയനീയ സ്ഥിതി കൂടി വ്യക്തമാവുന്നുണ്ട്. യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് ജയിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്കുകൂട്ടുന്ന UDF-ന്റെ ആസന്നമായ തോൽവിയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ചർച്ചയായാൽ അത് UDF-ന് തിരിച്ചടിയാകും എന്ന കനകോലു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് LDF-ന്റെ ഘടകകക്ഷികളെ പിടിക്കാനുള്ള നീക്കം UDF ആരംഭിച്ചത്. എന്നാൽ കേരള കോൺഗ്രസ് ശക്തമായ നിലപാട് വ്യക്തമാക്കിയതോടെ അതിൽ UDF വഴിമുട്ടുകയായിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.